നാനാജാതി മതസ്ഥരായ ആൾക്കാരുണ്ട്. നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാർ നമ്മൾ ആരംഭിച്ച കറി പൗഡറുകളെല്ലാം തന്നെ മാർക്കറ്റിൽ വളരെ നമ്മുടെ ഈ കറി പൗഡറുകൾ നമ്മൾ ഏതാണ്ട് 12ഓളം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കും. അങ്ങനെ നമുക്ക് ഇറച്ചി മാംസങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഒരു പതുക്കെ ധാരണയുടെ ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. ആയുർവേദത്തിലും നമ്മുടെ എല്ലാ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കറുവാപ്പട്ട. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിറ്റികൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കൃത്യമായി അതിൻ്റെ അളവിൽ നമ്മുടെ അമ്മമാരാണ് ഇവിടെ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കുന്നോത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. വളരെ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇവിടെ അതിരൂപത കർഷകരോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ വളരുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബെന്നി നിരപ്പലച്ചൻ നമ്മളോട് കൂടെയുണ്ട്. ഇത് അതിരൂപതയുടെ വലിയൊരു സ്വപ്നമാണല്ലോ. കാരണം രൂപതയ്ക്ക് കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തലശ്ശേരി അതിരൂപതയുടെ വലിയ തീരുമാനവും പ്രവർത്തനമാണ്. അഭിനയ ഞള്ളക്കാട്ട് പിതാവാണ് ഇതിനൊരു തുടക്കം കുറിക്കാൻ വേണ്ടി കാരണമാവുക. അന്ന് പാമ്പളാനി പിതാവ് നമ്മുടെ സഹായമെത്താനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ആശാരിപ്പറമ്പിലച്ഛൻ്റെയും തൈലച്ഛൻ്റെയും കാവനഡീസിൻ്റെയൊക്കെ ഒരു പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ഈ പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അവരാണിത് ആദ്യകാലങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മളത് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇപ്പം അഭിനയ പിതാവ് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് മാറാനോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ ഈ കുന്നത്തേക്ക് വരാൻ വേണ്ടി കാരണമാവുക. പിതാവിൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞത് കൃഷിക്കാരന് ഈ കാലഘട്ടത്തിൽ അവൻ അർഹിക്കുന്ന വില കാർഷിക വിഭവങ്ങൾ കിട്ടുന്നില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോൾ അവന് കൃഷിക്കാരൻ്റെ കൃഷിയെ ലാഭകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫാർം പ്രൊഡ്യൂസ് കമ്പനി നമ്മൾ തുടങ്ങിയിരിക്കുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബയോമൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ മാസവും പുതിയ പുതിയ മേഖലകളിലേക്ക് വളരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ ആരംഭിച്ച കറി പൗഡറുകളെല്ലാം തന്നെ മാർക്കറ്റിൽ വളരെ ശ്രദ്ധ നേടുകയും നമ്മുടെ വിപണിയിൽ കാര്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമാണ്. അത് ആത്യന്തികമായി നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നത് നല്ല നടീൽ വസ്തുക്കൾ അവർക്ക് നൽകുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് നമുക്ക് ശേഖരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം മഞ്ഞൾ പ്രോത്സാഹനത്തിന് വേണ്ടി നീക്കി വെച്ചത്. 3000 കിലോ മഞ്ഞൾ നടുമ്പോൾ ബെന്നിച്ചൻ്റെ കണക്ക് പ്രകാരം 30,000-ലധികം കിലോ മഞ്ഞൾ നമുക്ക് തിരികെ ലഭിക്കേണ്ടതാണ്. അത് നമുക്ക് വളരെയേറെ ഗുണകരമാകും. മഞ്ഞൾ വിദേശങ്ങളിൽ ഇപ്പോൾ വളരെയേറെ ഡിമാൻഡുള്ളതാണ്. അവരെ ആവശ്യപ്പെടുന്ന അത്രയും മഞ്ഞൾ നമുക്ക് സംലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നമുക്കറിയാം. അതിന് ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു മഞ്ഞൾ കൃഷിയുടെ വ്യാപനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുവേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട ബെന്നിയച്ഛനെയും നമ്മുടെ പാലാക്കുഴി അച്ഛനെയും ഞാൻ വളരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ഒരു മഞ്ഞൾ കൃഷി ഏറ്റവും അനുഗ്രഹീതമായി തീരുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ എല്ലാ കർഷകരെയും ഹൃദയത്തിൽ ഓർക്കാം. ഇപ്പോൾ എല്ലാ കമ്പനികളും തുടങ്ങുന്ന ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ഫാർം പ്രൊഡ്യൂസ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിക്കാരന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെയും രൂപതയുടെയും ഭഗവാനുടെ വൈദികരുടെയും എല്ലാ ആഗ്രഹം കർഷകരെ നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ വന്നു. അതുകൊണ്ട് നമ്മൾ ഈ കുന്നോത്ത് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നമ്മൾ ഒരു സ്പൈസസ് യൂണിറ്റ്, കറിപ്പൗഡർ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം അഭിനയ പിതാവ് പറഞ്ഞത് മനുഷ്യരില്ല എന്ന് ഒത്തിരിയേറെ ആൾക്കാരിന്ന് മാരകമായ രോഗങ്ങളിലേക്ക് പോകുന്നു. അതിന് കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ലഭിക്കാവുന്നതോടൊപ്പം തന്നെ വിഷാംശം കലർന്ന ഭക്ഷണങ്ങൾ അവൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളെ എടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ കുടുംബങ്ങളെ ആരോഗ്യമുള്ള കുടുംബങ്ങളും വ്യക്തികളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി അഭിനയ പിതാവ് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കൃഷിക്കാരൻ്റെ എല്ലാ സാധനവും നമ്മൾ എടുക്കുന്നുണ്ട്. കർഷകനുണ്ടാക്കുന്ന അവൻ്റെ ഇഞ്ചിയും മഞ്ഞളും അതുപോലെ ജാതിക്കായും ജാതിപത്രിയും ഏലക്കായും അങ്ങനെ തുടങ്ങി അവനുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം കൃഷിക്കാരോട് നമ്മൾ വാങ്ങിക്കുകയും അത് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാരന് അതുകൊണ്ട് നമ്മൾ അർഹിക്കുന്ന വില നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. കാരണം മാർക്കറ്റുള്ളതിനേക്കാൾ അല്ലെങ്കിൽ പേപ്പർ വിലയേക്കാളും വില കൂട്ടിയാണ് ഞാൻ കൃഷിക്കാരുടെ അടുത്ത് നിന്ന് കമ്പനി സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ കർഷകർക്ക് പ്രചോദനകരമാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്.
അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ശുദ്ധമായ സാധനം ഉണ്ടാക്കി കൊടുക്കും. ഒരു മായമൊന്നുമില്ലാതെ ഏറ്റവും അതിന് വ്യക്തി നമ്മുടെ ഇവിടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരും വലിയ ടെക്നീഷ്യന്മാരായി പഠിച്ച് ഇറങ്ങിയവരൊന്നുമല്ല, മറിച്ച് നമ്മുടെ തന്നെ ബയോമോണൻ കമ്പനിയുടെ അല്ലെങ്കിൽ ഫാർം പ്രൊഡ്യൂസ് കമ്പനിയുടെ മെമ്പർമാരായിരിക്കുന്ന ആൾക്കാർ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും പരിപാലനയും പരിഗണനയും ഒക്കെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ അവർ ചേർത്ത് വെക്കുന്നുണ്ട്. അവിടെ വളരെ ശ്രദ്ധയോടെ എല്ലാ സാധനവും ഉണ്ടാകും. അതിൻ്റെ ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെ സാധനം ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടും കൂടിയിട്ട് നമുക്ക് ഇവിടെയും ഈ കമ്പനിയിലെ സാധനം നമ്മുടെ കർഷകർക്ക് വേണ്ടി സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് പറയുന്നതും അതിരൂപതയുടെ വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പാമ്പ്ളാനി പിതാവിൻ്റെ ഒരു തീരുമാനത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഫാക്ടറി ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാർ ഈ നമ്മുടെ മലയോര ഗ്രാമത്തിലെത്തി, ഇതിനു വേണ്ടി എത്തി നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹമാണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായങ്ങൾ നമുക്ക് ഇതിൻ്റെ കർഷകർക്കുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും വളരെ സൗഹൃദപരമായി ഒരു മാതൃകപരമായി ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ പ്രൊജക്റ്റായി ഇതിനെ മാറ്റണമെന്ന ആഗ്രഹത്തോടെ അവർ നമ്മളോട് സഹകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ പ്രോത്സാഹനകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും നിലവിലുള്ള സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ സംരംഭത്തോട് അല്ലെങ്കിൽ കർഷകരോട് കാണിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തെ അതിരൂപത വളരെ അഭിമാനത്തോടും സ്നേഹപൂർവ്വവും നന്ദിയോടും കൂടി കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അഭിനന്ദ പിതാവിൻ്റെ മറ്റൊരു ധീരമായ തീരുമാനമാണ് ഈ കാലഘട്ടത്തിലെ ധീരമായ തീരുമാനമെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണമെന്ന് പിതാവിനോട് ഞാൻ പറഞ്ഞപ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി പിതാവ് അംഗീകരിക്കുകയും നമ്മുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലം അത് സർക്കാരിൻ്റെ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായ പാർക്കിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലരും ഇന്ന് വിദേശത്തേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങളിൽ നമുക്കിവിടെ ഒരു വ്യവസായ പാർക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി നമുക്കിവിടെ വെള്ളവും കറണ്ടും റോഡും അതുപോലെ തന്നെ പൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ കോമൺ ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു വ്യവസായം തുടങ്ങുന്ന ഒരു വ്യക്തി 1 ലക്ഷം രൂപയുടെ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഒരു 50,000 രൂപ ഇങ്ങനെ അടിസ്ഥാന സൗകര്യത്തിന് മുടക്കിയെങ്കിൽ മാത്രമേ തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ പൈസ മുഴുവനും ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ആ 1 ലക്ഷം രൂപയും വ്യവസായത്തിന് മുടക്കിക്കൊണ്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമാണ് അതിരൂപത ഈ വ്യവസായ പാർക്കിലൂടെ ലക്ഷ്യമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കും ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ അതിരൂപതയിലുള്ള നാനാജാതി മതസ്ഥരായ ആൾക്കാർക്ക് അവരുടെ ഒരു സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾക്ക് എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും അതിരൂപത അഭിനന്ദ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു, ഏറ്റവും നല്ല സാധനം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഉടനെ തന്നെ നമ്മളൊരു ഡിജിറ്റൽ സംവിധാനങ്ങൾ നമ്മൾ ഉടനെ തന്നെ തുടങ്ങും. കാരണം കൃഷിക്കാരൻ കൃഷി ചെയ്യുമ്പോൾ ഇന്ന് AI സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ അറിയത്തില്ല. അപ്പോൾ നമ്മളിന്ന് അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുകൊണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ള നമ്മുടെ മലയാളികൾക്ക് അവർക്കിവിടെ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ നമുക്ക് സാധിക്കും. സർക്കാർ അതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ അവർക്ക് വിദേശത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയും മണ്ണിലെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. അവിടെ വിദേശത്തിരുന്നു കൊണ്ട് അവർക്ക് ഇവിടുത്തെ മണ്ണിൽ ജലസേചനം നടത്താൻ വേണ്ടി സാധിക്കും. നാളെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അവൻ ജലം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കൃഷിക്കാരൻ ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ കൃഷിയെ അവന് ആയാസകരമായി ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഡിജിറ്റൽ സംവിധാനങ്ങളാക്കി കഴിയുമ്പോൾ കൃഷിക്കാരൻ ആർക്കും പ്രായമായവർക്കും വിദേശത്തുള്ളവർക്കും ഒക്കെ നമ്മുടെ കൃഷിഭൂമിയെ തരിശുഭൂമിയാക്കി ഇടാതെ അതിനെ കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതിയും ഫാർം പ്രൊഡ്യൂസ് കമ്പനി ബയോമോണൻ ഫാർം പ്രൊഡ്യൂസ് കമ്പനി ലക്ഷ്യമാക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛാ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചാൽ അംഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് അതിൻ്റെ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? നമുക്ക് ഫാർം പ്രൊഡ്യൂസ് കമ്പനിയിൽ നമുക്ക് അതിനകത്ത് ആൾക്കാർ ഷെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 50,000 രൂപയുടെ ഷെയർ എടുക്കുന്ന വ്യക്തികൾ നമുക്കിന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 1000 രൂപയുടെ ഷെയർ എടുക്കുന്ന 25 20 ഗ്രൂപ്പുകളായിട്ടുള്ള ഷെയറുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് സാധാരണക്കാർക്കും വാങ്ങാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമെന്നുള്ളത്. അപ്പോൾ 25 പേരുടെ ഒരു ഗ്രൂപ്പിന് FIG ഫാർമേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും. അങ്ങനെ 25 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടും 50,000 രൂപയുടെ സിംഗിൾ ഷെയർ എടുത്ത വ്യക്തികളുമായിട്ട് നമുക്ക് 5550 മെമ്പർമാർ നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുള്ളതും വളരെ പ്രത്യേകമായ കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാർ, നാനാജാതി മതസ്ഥരായ ആൾക്കാരുണ്ട്, നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നമുക്കുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കമ്പനിയിലുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു ബലവും അഭിമാനമാണായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതൊരു ജനകീയ സംരംഭം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും ജനകീയ സംരംഭം തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനെ മുന്നേറാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ആൾക്കാർ ഇത് വിളിക്കാറുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്.
അത് ഉപയോഗിക്കുക ചോദിച്ച് എൻ്റെ ഗുണങ്ങൾ പറയാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സാറിന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയറ്റിൽ കുഴപ്പമില്ലാത്ത കറി പൗഡറാണ് എന്ന്. ഇത് വിദേശത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് എനിക്ക് തോന്നി കാര്യം നമ്മൾക്കറിയാം, നമ്മുടെ എല്ലാം ആദ്യകാലം ഇപ്പോഴാണല്ലോ ഇങ്ങനെ മാർക്കറ്റിലേക്ക് കറി പൗഡറിൽ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ ഇതെല്ലാം വീടുകളുണ്ടാക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ ഈ ഇതിൽ കമ്പനിയിലേക്ക് അഭിനയ പിതാവിനോട് ഉത്തരവാദിത്തം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഈ കറിപ്പൗഡറുകൾ നമ്മൾ ഏതാണ്ട് 12ഓളം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇറച്ചി മാംസങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഒരു പതുക്കെ ധാരണയുടെ ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒരു സാധനമാണ് ആയുർവേദത്തിലും നമ്മുടെ എല്ലാ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കറുവാപ്പട്ട. അത് നമ്മുടെ കറിപ്പൗഡർ മസാലപ്പൗഡർ എല്ലാം ചേർക്കുന്നുണ്ട്. നമ്മുടെ ജാതിപ്പത്രി, ചുക്ക്, കുരുമുളക് ഇതെല്ലാം നമുക്ക് വീട്ടിൽ വയറ്റിൽ അസുഖങ്ങൾ വരുമ്പോൾ വയറിൽ എന്തെങ്കിലും അസിഡിറ്റി പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉലുവ തുടങ്ങിയ സാധനങ്ങൾ നമ്മുടെ പ്രമേഹം ഡയബറ്റിക് കുറയാൻ വേണ്ടി സാധിക്കും. ജീരക ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് 12ഓളം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളൊരു ചിക്കൻ പൗഡറോ മസാലയോ ഒരു ഫിഷ് മസാല നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും, ഇത് കഴിക്കുന്ന ആർക്കും ഈ പറയുന്ന അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം ഇത്രയും സാധനങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളും അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിറ്റികളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കൃത്യമായി അതിൻ്റെ അളവിൽ നമ്മുടെ അമ്മമാരാണ് ഇവിടെ ഉണ്ടാക്കുക. അവർ ചേർക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് നമുക്കിതിനെ വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമാണ്. കാരണം സാധാരണ കൃഷിക്കാരൻ ഒരു കാർഷിക അതിന് വിളവെടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇത് വേണ്ടാത്തൊരു അവസ്ഥ വരുന്നു. കർഷകൻ്റെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിയുമ്പോൾ ഇതിന് മാർക്കറ്റ് കൂടുന്നു. ആ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ തരണം ചെയ്യാൻ ഈ ഒരു സംരംഭത്തിലൂടെ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പറയാറുള്ളൊരു കാര്യം ഞാൻ പ്രസാദ് സാർ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. നമ്മൾ ഷർട്ട് മേടിച്ചാലും പാൻസ് മേടിച്ചാലും അതെല്ലാം വില തീരുമാനിക്കുന്ന ഉണ്ടാക്കുന്ന കമ്പനിക്കാരാണ്. കൃഷിക്കാരന് മാത്രമാണ് അവനൊരു തേങ്ങയുണ്ട് അല്ലെങ്കിൽ കപ്പയുണ്ട് കൊണ്ടേ കൊടുക്കുമ്പോൾ അവനതിന് വില തീരുമാനിക്കാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥ ഉള്ളത്, ഒരു ദുരന്തമുള്ളത് കൃഷിക്കാരന് മാത്രമാണ് മന്ത്രി എല്ലാം ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും പറയാറുള്ളത് ഞാൻ ഓർക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്കിതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ വില തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും, കർഷകന് വില തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനി തുടങ്ങിയിരിക്കുമ്പോൾ തന്നെ കർഷകരാണല്ലോ ഇതിനകത്ത് അംഗങ്ങളായി വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അവർക്കും അവരുടേതായ ഒരു പങ്കുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഒരു വലിയ മാതൃകയാണ്. അതോടൊപ്പം തന്നെ അച്ഛാ ഇനിയുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഡെവലപ്പ് ചെയ്ത് വരണം. അതിലേക്ക് വ്യവസായം തുടങ്ങാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ ഇപ്പം തന്നെ വിദേശത്തുള്ളവർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കാനഡയിലും അമേരിക്കയിലൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ അവിടുത്തെ നാട്ടിലുണ്ടാക്കുന്ന ബേക്കറിയുടെയും അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഭക്ഷണത്തിൻ്റെ റെസിപ്പിയിലും ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം തുടങ്ങാൻ വേണ്ടി അവർ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംരംഭങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷിക്കാരന് വേണ്ടി നമ്മളിപ്പോൾ പുതിയ ക്ലാസ്സുകൾ, സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആധുനിക കാലഘട്ടം എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മെഷീനറികൾ ഉപയോഗിച്ചിട്ടും സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടും കൃഷി ചെയ്യാൻ വേണ്ടി അവനെ സഹായിക്കാനുള്ള സംരംഭങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ വരികയും അതിന് നൽകുകയും ചെയ്യുന്നുണ്ട്. വരുന്ന ആഴ്ച തന്നെ മഞ്ഞൾ നമ്മളെല്ലാം നടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മഞ്ഞൾ നടേണ്ടത്, ആ മഞ്ഞളൊക്കെ നട്ടാൽ എങ്ങനെ കൂടുതൽ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, കർഷകർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. വ്യവസായികളായിരിക്കുന്ന നമ്മുടെ അതിരൂപതയുള്ള ആൾക്കാരെ അഭിനയ പിതാവ് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അവരിവിടെ പുതിയ സംരംഭമായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് തീർച്ചയായും കാരണമാകുമെന്നും രൂപതയോടും സഹകരിക്കുന്ന അനേകം ആൾക്കാരും വ്യക്തികളും ഗവൺമെൻറ്റും ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ നമുക്കൊരു ഇന്ത്യയിലെ തന്നെ ഒരു കർഷകക്കാരൻ്റെ ഒരു മാതൃകാ പ്രൊജക്റ്റായി നമുക്കതിനെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അഭിനയ പിതാവിൻ്റെ പ്രോത്സാഹനം തീർച്ചയായിട്ടും പിന്നിലുള്ളത് നമുക്കുള്ള പ്രചോദനകരവുമാണ്. തീർച്ചയായിട്ടും സംരംഭകർ ഇവിടെ ചേർന്ന് നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് ഒരു യൂണിറ്റായി ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും അതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ്. നമ്മൾ വിദേശത്തേക്ക് നിങ്ങൾ കുടിയേറുന്നു എന്നൊക്കെ കുറ്റം പറയുമ്പോൾ അവർക്ക് സാധ്യത തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഇവിടെ തന്നെ അവർക്ക് ആവശ്യമായ രീതിയിൽ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയും എല്ലാം മാനിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംരംഭം തീർച്ചയായിട്ടും ഇതൊരു വലിയ മാതൃകയാണ്. ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.